ഇതൊരു കേരളത്തിലാണെന്ന് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പന്തരങ്കാവ് ടോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 സെക്കൻഡ് ടോൾ പ്ലാസയിൽ അവിടെ പണം കൊടുക്കാൻ അല്ലെങ്കിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഇവർ അടി തുടങ്ങുകയാണ്. ഗ്ലാസിനോ കാര്യങ്ങളോ ഗ്ലാസ് താഴ്ത്തിയിട്ടാണെങ്കിൽ വായിൽ തോന്നിയാസം വിളിച്ച് പറയുന്ന രീതിയിൽ ഇവർ പറയുന്നത് വേണയിൽ പോയാൽ മതി. ഇവർ അന്നും പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ്, വേണയിൽ പോയാൽ മതി. അപ്പം ആ ഒരു സിസ്റ്റമാണ് ഇത്. വേറെ ഏതൊരു രാജ്യത്ത് നടക്കുന്നവരാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ പന്തരങ്കാവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇതിലെ പാസ് ചെയ്യുന്ന ജനങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഞങ്ങൾ പിരിക്കും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തടഞ്ഞോളൂ. ഇതാണ് അവരുടെ ലൈൻ. ടോൾ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഗുണ്ടാ പിരിവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തരങ്കാവ് ടോൾ പ്ലാസയിലാണ്. ഇവിടെ നിത്യവും സംഘർഷങ്ങൾ പതിവാകുകയാണ്. ഇവിടെയുള്ള ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ ദിവസേന എന്ന മട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് പതിവായിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന യാത്രികർ പറയുന്ന വിവിധ കാരണങ്ങളുണ്ട്. കാരണം കൃത്യമായ രീതിയിലുള്ള ശുചിമുറി സംവിധാനം പോലും ഇവിടെ ഒരുക്കുന്നില്ല. എന്നിട്ടും ഈ രീതിയിൽ വലിയ ധിക്കാരപരമായ പെരുമാറ്റമാണ് ഇവിടെയുള്ള ജീവനക്കാർ പെരുമാറുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുന്നത് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്ന സംഘടനയുടെ ഭാരവാഹികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. എന്താണ് സംഭവിച്ചത്? അല്ല, ഇവിടെ നിരന്തരമായിട്ടും ഈ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എണ്ണപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ മീഡിയയിലാണെങ്കിലും മറ്റാളുകളിലാണെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നുള്ളൂ. കാരണം പല ആളുകളും ദൂര വഴിയിൽ പല ജില്ലകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നവരായതുകൊണ്ട് ഇവർ കഴിയുന്നതും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയാണ്. ഇവരിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട്. കാരണം ഇതിൽ ഈ വരുന്ന കാറുകളിൽ കുട്ടികളോ അല്ലെ ഫാമിലിയോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള യാതൊരു പരിഗണനയില്ലാതെ ഒരു നോർത്ത് ഇന്ത്യൻ വേറെന്തോ ഒരു സ്റ്റൈലാണ് ഇവരോട് കൊണ്ടു നടക്കുന്നത്. ഇതൊരു കേരളത്തിലാണെന്ന് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈ പന്തരങ്കാവ് ടോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വരുന്ന സമയത്തും ഒരു 2 സെക്കൻഡ് ടോൾ പ്ലാസയിൽ അവിടെ പണം കൊടുക്കാൻ അല്ലെങ്കിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഇവർ അടി തുടങ്ങുകയാണ്. ഗ്ലാസിനോ കാര്യങ്ങളോ ഗ്ലാസ് താഴ്ത്തിയിട്ടാണെങ്കിൽ വായിൽ തോന്നിയാസം വിളിച്ച് പറയുന്ന രീതിയിൽ. ഇതിനൊന്നും ആളുകൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വിഷയം ഉണ്ടായി അല്ലെ? ഞങ്ങളൊരു 4 കാറ് പുറകിലായിട്ട് തൊട്ടടുത്ത ട്രാക്കിലായിരുന്നു ഞങ്ങൾ ഉണ്ടായത്. ഈ മുന്നിൽ ഈ പറഞ്ഞ ടോളിനോട് ഇതിനോട് ഗേറ്റിനോട് ചേർന്നെത്തിയ കാറിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ പണം തരാം, പണം എടുത്തോട്ടെ എന്ന് പറയുമ്പോഴും ഇവൻ പറഞ്ഞു നീ തിരിച്ചു പോടാ. പിന്നെ ഇവൻ വായിൽ തോന്നിയാസം മാത്രമാണ് ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വാഹനത്തിൽ പുറത്തിറങ്ങി. ഞാൻ ഈ അവിടെ നിൽക്കുന്ന ടോളിൽ നിൽക്കുന്ന വ്യക്തിയോട് ചോദിച്ചു എന്താണ് പ്രശ്നം, എന്താണ്. അപ്പൊ ഇയാൾക്ക് സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. അതുപോലെ ഇവർ നിർത്തിയതിനു ശേഷം പുറകിലോട്ട് ഒരു 10ഓളം കാറുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ CCTV നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 10 കാറുകളും ഇവർ പുറകോട്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് വേണയിൽ പോയാൽ മതി. ഇവർ അന്നും പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ്, വേണയിൽ പോയാൽ മതി. അപ്പം ആ ഒരു സിസ്റ്റമാണ് ഇത്. വേറെ ഏതൊരു രാജ്യത്ത് നടക്കുന്നവരാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ പന്തരങ്കാവ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. നമുക്ക് തന്നെ ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ടോളിനോട് ചേർന്ന് 100 മീറ്റർ പോലും ഇല്ലാത്ത ഏരിയയിൽ റോഡില്ല. ചെറിയ റോഡിനെ 2 ആക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ. അതുപോലെ തന്നെ ഹൈലൈറ്റിന് മുന്നിലോട്ട് 200 മീറ്റർ സഞ്ചരിച്ച് മുന്നോട്ട് നിൽക്കുന്ന ഹൈലൈറ്റിന് മുന്നിൽ സംഭവിക്കുന്ന ഇതേ സെയിം സിസ്റ്റം തന്നെയാണ്. അപ്പൊ ഇതിനൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ പിരിക്കും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തടഞ്ഞോളൂ. ഇതാണ് അവരുടെ ലൈൻ. തടയാൻ ഞങ്ങളോട് ശ്രമിച്ചാൽ നിങ്ങൾക്കാവില്ല. ആരോട് നമ്മൾ സംസാരിച്ചാലും ഇവർക്ക് ഒരൊറ്റ മറുപടിയുള്ളൂ. ഞങ്ങൾ നിയമപരമായിട്ട് ഇതിനെ ഏതൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പരാതികളും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു രീതിയിലും ഒരു അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് ഒരു സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇത്. ശരിക്കും ഒരു ഗുണ്ട പിരിവിന് മാത്രം ഉണ്ടാക്കിയുള്ള ഒരു പേരിന് മാത്രമാണ് ഒരു ടോൾ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഗുണ്ടാ പിരിവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് ശരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ജനങ്ങളെ സുരക്ഷ വളരെയധികം ബാധിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഇതിലെ പാസ് ചെയ്യുന്ന ജനങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് അധികാരികളും കൃത്യമായിട്ട് ഇടപെടണം. ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്റെ പിറകിൽ കാണുന്നത് ഈ പന്തരങ്കാവ് ടോൾ പ്ലാസയിൽ അനുവദിച്ചിട്ടുള്ള ശുചിമുറിയാണ്. എന്നാൽ ഇതിനകത്ത് കാണുന്ന കാഴ്ചകൾ നമുക്ക് സാധാരണക്കാരായ ജനങ്ങളെ പോലും കാണിക്കാൻ അത്രമാത്രം അറപ്പുളവാകുന്ന ഒരു ദൃശ്യമാണ് ഇതിനകത്ത് കാണുന്നത്. ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത ഈ ശുചിമുറികളാണ് ജനങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു വസ്തുത. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ജനങ്ങളെ കഴുത്തിന് പിടിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങുന്ന ഒരു സംവിധാനവും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൊണ്ടാണ് ജനങ്ങളുടെ ഭാഗത്ത് നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അടിയന്തരമായി ഈ ഒരു വിഷയത്തിന് പരിഹാരം കാണുന്നത്
കാണേണ്ടതുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് കൃത്യമായ രീതിയിൽ ഈ ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.